സിനിമയ്ക്ക് വേണ്ടി പാട്ടുണ്ടാക്കുന്നത് നമ്മൾ കുറെ കാണാറുണ്ട്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കുറെ പാട്ടുകൾ കുത്തി നിറക്കാൻ വേണ്ടി ഒരു സിനിമ ഉണ്ടാക്കുന്നത് കാണുന്നത്. അതാണ് നമ്മുടെ ഓപ്പൺഹൈമർ ഓഫ് മോളിവുഡ് ധ്യാൻ ശ്രീനിവാസന്റെ സീക്രട്ട്. ഈ സിനിമ തുടങ്ങുന്നത് തന്നെ പാട്ട് വെച്ചിട്ടാണ്. അതിനിപ്പോൾ എന്താ കുഴപ്പം? കുറേ സിനിമകൾ പാട്ട് വെച്ചിട്ടാണല്ലോ തുടങ്ങുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അല്ലേ? പക്ഷേ ഒരു പാട്ട് വെച്ചിട്ടല്ല, ഇത് 2 പാട്ട് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. അങ്ങനെ ഈ പാട്ടൊക്കെ കഴിഞ്ഞ് ഇടയ്ക്ക് കുറച്ച് സമയം കിട്ടുമ്പോൾ ഇവര് നേരെ സ്റ്റോറിയിലേക്ക് വരും. സ്റ്റോറിയുടെ സ്റ്റാർട്ടിങ്ങിൽ ഒരു വിജനമായിട്ടുള്ള സ്ഥലത്ത് നിന്ന് ഒരു ബോട്ട് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കും. എന്നിട്ട് ബോട്ടിന്റെ അകത്തെന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അടുത്ത പാട്ട്. അതൊക്കെ പോട്ടെ, എന്തായാലും ഈ പാട്ട് പാടിയ പെണ്ണിനെ അവസാനം ധ്യാൻ നമുക്ക് ഇഷ്ടപ്പെടും. എന്നിട്ട് ഇവര് പോയിട്ട് ചോദിക്കും, എന്തായാലും മരുമോളെ ബുക്ക് ചെയ്ത് വെച്ചിട്ട് നേരെ ധ്യാൻ്റെ അടുത്ത് പോയിട്ട് ഈ പെണ്ണിനെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കും. എന്തായാലും ധ്യാനിന് കല്യാണത്തിനോട് ഇഷ്ടക്കുറവൊന്നുമില്ല, ധ്യാനിന് കുറച്ച് ഇഷ്ടം കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ. അച്ഛന്റെ ഫ്രണ്ടിന്റെ ഭാര്യയും മകളും നിനക്ക് ഇഷ്ടമായി? അങ്ങനെ എന്തായാലും ഒരു 10 മിനിറ്റ് സിനിമയിലെ സീൻസ് ഒക്കെ കണ്ടില്ലേ? ഇനി വരാൻ പോകുന്നതാണ് അടുത്ത പാട്ട്. അങ്ങനെ എന്തായാലും ഈ പാട്ടൊക്കെ കഴിഞ്ഞിട്ട് എങ്ങനെയൊക്കെയോ ഇവർ തമ്മിൽ ഇഷ്ടത്തിലാവും. പക്ഷേ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇവർ തമ്മിലുള്ള കോൺവെർസേഷൻസ് ആണ്. ഇറ്റ്സ് ടു വിയേർഡ്. 3000 രൂപയ്ക്കുള്ള 3ാമത്തെ ചോദ്യം. ഇനി എന്നെ ബ്ലോക്ക് ചെയ്യരുത് കേട്ടോ. ഓപ്ഷൻസ് ആയിട്ട് ഓപ്ഷൻസ്. മരുന്ന് കിട്ടി, അമ്മ പറഞ്ഞായിരുന്നു. അങ്ങനെ ഈ കോൺവെർസേഷൻസിനൊക്കെ ശേഷമാണ് ആ പ്രധാനപ്പെട്ട കാര്യം സംഭവിക്കുന്നത്. അങ്ങനെ എന്തായാലും ഈ പാട്ടിന്റെ ഒക്കെ ഇടയ്ക്ക് ധ്യാൻ ഒരു ജോൽസിന്റെ അടുത്തേക്ക് പോകും. അങ്ങനെ പുള്ളി പറയും ഹീറോയിന് ഇനി വളരെ കുറച്ച് കാലത്തെ ആയുസ് മാത്രമേ ഉള്ളൂ എന്നും ആയുസ് ബൂസ്റ്റ് ചെയ്യണമെങ്കിൽ ഇനി പ്രീമിയം പ്ലാൻ എടുക്കണമെന്നും. എന്തായാലും ഈ പ്രീമിയം പ്ലാനിൽ കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസും ഉണ്ട്. അതായത് ധ്യാനിനെ എങ്ങനെയെങ്കിലും മരിക്കാൻ പോകുന്ന 3 പേരെ രക്ഷിക്കണം, എന്നാൽ മാത്രമേ ഹീറോയിന്റെ ആയുസിന് ബൂസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു 3 പേരുടെ ജീവൻ മിഥുനെ രക്ഷിക്കാൻ കഴിഞ്ഞാൽ പ്രകൃതിക്ക് ആ കുട്ടിയോട് കരുണ തോന്നിയേക്കാം. അങ്ങനെ ഈ മണ്ടത്തരത്തിന് ശേഷം സിനിമയുടെ അടുത്ത മണ്ടത്തരമാണ് സ്വപ്നം. സ്വപ്നത്തിൽ കാര്യമുണ്ടല്ലോ. മരിക്കുന്നതിന് മുമ്പ് അമ്മച്ചി സ്വപ്നം കണ്ടു അപ്പച്ച മരിച്ചു കിടക്കുന്നു. ഡ്രീംസിന് മീനിങ് ഉണ്ടെന്ന് നീ തന്നെ പറഞ്ഞു. ഇവനൊരു സ്വപ്നം കണ്ടു, പോലീസ് ഇവനെ അറസ്റ്റ് ചെയ്തോണ്ട് പോകുന്നത്. ഇവന്മാരൊക്കെ എങ്ങനെയാണ് ഇങ്ങനെയുള്ള സ്വപ്നങ്ങളൊക്കെ കാണുന്നത്? ഈ ഞാനൊക്കെ കാണുന്ന സ്വപ്നം എന്താണെന്നറിയോ? ഫിലിപ്പിന്റെ പാറി. അങ്ങനെ എന്തായാലും ഇതിന് ശേഷം ഇവളുടെ പിക്ചാർട്ടിൽ എഡിറ്റ് ചെയ്ത ആദരാഞ്ജലികളുടെ ഫ്ലക്സും ഇവളെ ആക്സിഡന്റ് ആയിട്ട് മരിച്ചു കിടക്കുന്നതും ഒക്കെ ധ്യാന സ്വപ്നം കാണും. ഇതിപ്പോ ഇവള് മരിക്കാനായിട്ട് ഈ ജോൽസിനേക്കാളും ആഗ്രഹം ഇവനാണല്ലോ. ആൻഡ് ഇതൊക്കെ കഴിഞ്ഞ് അടുത്ത സീൻ എന്തായിരിക്കും? അതെ, നിങ്ങൾക്കറിയാം, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഇപ്പോ. അങ്ങനെ എന്തായാലും ഈ പാട്ട് കഴിയുമ്പോഴേക്ക് ധ്യാനിന് മനസ്സിലാവും ഹീറോയിന്റെ ആയുസ് കൂട്ടണമെങ്കിൽ ഇവനൊരു 3 പേരെങ്കിലും ഇവന് രക്ഷിക്കണം എന്നുള്ളത്. അപ്പൊ തന്നെ ധ്യാന്റെ മുന്നിൽ വെച്ചിട്ട് ഒരുത്തൻ സൂയിസൈഡ് ചെയ്യാനായിട്ട് നേരെ വെള്ളത്തിലേക്ക് എടുത്ത് ചാടും. ഈ സമയം നമ്മുടെ ധ്യാൻ എണീച്ചിട്ട് നല്ല സ്ലോ മോഷനിൽ അല്ല, ഇത് കുറച്ച് കൂടുതൽ സ്ലോ അല്ലേ? മറ്റവ മുങ്ങി ചാവാറായി. എന്തായാലും സ്ലോ മോഷനിൽ വന്ന് ചാടിയിട്ട് നമ്മുടെ ധ്യാനും ഇവന്റെ കൂടെ അങ്ങ് മുങ്ങും. കാരണം ധ്യാന് നീന്താൻ അറിയില്ല അത്രേ. അത് തന്നെ ചേട്ടാ ഞാൻ ചോദിക്കുന്നത്, പിന്നെ എന്തിനും ചാടിയേ? അങ്ങനെ ആ മിഷൻ ഫെയിൽഡ് ആയതുകൊണ്ട് തന്നെ പുള്ളി നേരെ എന്തായാലും അടുത്ത ആളെ രക്ഷിക്കാനായിട്ട് പോകും. ഡോക്ടറുടെ ലവറായിരുന്നു ആളുടെ സ്വഭാവം വളരെ മോശമായിരുന്നു. അത് വെട്ടിയിട്ടിപ്പോ മനസ്സിലിട്ടുണ്ടാവും ചേട്ടാ, സ്വഭാവം വളരെ മോശമാണ്. എന്തായാലും അങ്ങനെ അവസാനം ധ്യാൻ എങ്ങനെയൊക്കെയോ 3 പേരെ രക്ഷിക്കും. എന്നിട്ട് ഈ പടം തീർക്കാനുള്ളതിന് പിന്നെ ഇവന്മാരൊക്കെ കൂടെ വട്ടം കൂടി ഇരുന്നിട്ട് മണ്ടത്തരം പറയാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ എന്തായാലും ഇതിനൊക്കെ ശേഷം പടം നേരെ ക്ലൈമാക്സിലേക്ക് എത്തും. എന്തായാലും നമ്മുടെ ധ്യാൻ 3 പേരെ രക്ഷിച്ചതുകൊണ്ട് തന്നെ അങ്ങനെ അതുകൊണ്ട് പ്രകൃതി ഈ ആക്സിഡന്റ് ആയ കുട്ടീനെ നേരെ എടുത്തിട്ട് ബെഡിലേക്ക് ഇടും, എന്നിട്ട് രക്ഷിക്കും. എന്നാൽ പിന്നെ ആക്സിഡന്റ് ആക്കാതിരുന്നാൽ പോരെ. എന്നിട്ട് അവസാനം ഈ പ്രകൃതി പടവും തീരും വിത്ത് ഗസ് വാട്ട്. എന്തായാലും ഈ വീഡിയോ ഇത്രയും നേരം കണ്ടതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു ബോണസ് ടിപ്പ് കൂടെ പറഞ്ഞു തരാം. The power of self-confidence is strange and surprising.